ഇത് ആവർത്തിക്കാനുള്ള സാധ്യതകളെ പ്രതിരോധിക്കാൻ CPI ഇപ്പോഴും തയ്യാറൊന്നുമല്ല. ഞാൻ പറയട്ടെ, CPI തെറ്റ് തിരുത്തി എന്ന് പറയുന്നു. ഒരു തെറ്റും തിരുത്തിയിട്ടില്ല. CPIയുടെ ഭട്ടിൻഡ കോൺഗ്രസ്സിലെ പ്രമേയത്തിൽ ഒരു ലൈൻ ചേർക്കാൻ അന്ന് കേരളത്തിലെ CPIക്കാർ പോലും തയ്യാറായിരുന്നില്ല. ഈ പറഞ്ഞ അച്യുതമേനോനൊക്കെ ഡാങ്കേ ലൈനായിരുന്നു. നമുക്ക് യാതൊരു തെറ്റും പറ്റിയിട്ടില്ല, ഇതിങ്ങനെ തന്നെ പോയാൽ മതി, ഒരു തെരഞ്ഞെടുപ്പ് തോറ്റു എന്ന് വിചാരിച്ചിട്ട് ആരും ഒന്നും നേടിയെന്ന് വിചാരിക്കേണ്ട, ഇതായിരുന്നു ഡാങ്കേ ലൈൻ. അതിനോട് യോജിച്ച പ്രധാന ആൾക്കാർ കേരളത്തിൽ നിന്നുള്ള CPIക്കാരായിരുന്നു, അച്യുതമേനോനടക്കം. കാരണം ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ CPI. അപ്പോൾ അന്നും കോൺഗ്രസിൻ്റെ കൂടെയാണ് CPI. ഇതിനെ എതിർത്തത് ബംഗാളിൽ നിന്നുള്ള CPIക്കാരാണ്. അവസാനം ഒരു കോംപ്രമൈസ് ഫോർമുല എന്നുള്ള നിലയ്ക്ക് എക്സെപ്റ്റ് ഫോർ ദ മിസ്റ്റേക്ക് ഓഫ് എമർജൻസി എവറിതിങ് എൽസ് വാട്ട് പാർട്ടി ഡിഡ് വാസ് റൈറ്റ്. ഇതാണ് ഈ മിസ്റ്റേക്ക് ഓഫ് എമർജൻസി. ചെറിയൊരു തെറ്റ് പറ്റി, ചെറിയൊരു പാളിച്ച പറ്റി. ഇപ്പോഴും ഈ പാളിച്ച എന്നുള്ള വാക്ക് ഒരു പ്രശ്നവുമില്ലാതെ CPIയും CPM ഉപയോഗിക്കും. ഇവരുടെ പാളിച്ചയിൽപ്പെട്ട് മരണമടഞ്ഞവരുടെ സംഖ്യ എത്രയെന്നറിയാമോ? അതിഭീകരമായ എണ്ണമാണ്. അവർ 50 കൊല്ലം കഴിയുമ്പോൾ പറയും ഒരു പാളിച്ച പറ്റിയെന്ന് പറഞ്ഞു. ഇപ്പോൾ ഈ അടിയന്തരാവസ്ഥ കഴിഞ്ഞ് 49 വർഷം കഴിയുമ്പോഴും പാളിച്ച എന്നുള്ള വാക്ക്, തെറ്റ് എന്നുള്ള വാക്ക് വാസ്തവത്തിൽ മഹാപാപം എന്ന് പറയണം. നിങ്ങൾ എത്ര പേരെ ദ്രോഹിച്ചു, എത്ര പേരെ ജയിലിലടച്ചു, എന്തെല്ലാം ചെയ്തു, അത് ഓർമ്മിക്കുമ്പോൾ നിങ്ങൾക്ക് പൊള്ളുന്നു. അപ്പോൾ നിങ്ങൾ ഒരു പെർസീവ്ഡ് ത്രെറ്റ് കൊണ്ടുവരുന്നു. നരേന്ദ്രമോദി ആരുടെയെങ്കിലും മൗലികാവകാശ ലംഘനം നടത്തിയോ? ഒരു ഉദാഹരണം പറയാമോ? രാത്രിയിൽ ഉറങ്ങിക്കിടന്ന ആളിനെ കാരണം കൂടാതെ പൊക്കിക്കൊണ്ടുപോയി പോലീസ്. അങ്ങനൊരു ഉദാഹരണം ഇന്ത്യയിൽ എവിടെയെങ്കിലും ഉണ്ടോ? ഒരു കാരണവുമില്ലാതെ, ഒന്നുമില്ല. എന്നിട്ട് പിന്നീട് കാരണം ഉണ്ടാക്കുക. ഡിഫൻസ് ഓഫ് ഇന്ത്യ റൂൾ വെച്ചിട്ട് ഇയാൾ രാജ്യദ്രോഹിയാണ്, അല്ലെങ്കിൽ രാജ്യദ്രോഹി ആയതുകൊണ്ട് മെയിൻ്റനൻസ് ഓഫ് ഇൻറ്റേർണൽ സെക്യൂരിറ്റി ആക്ട് DIR മീസ, ഈ വാക്കുകളൊക്കെ രാജാജിയെ വല്ലാതെ ബുദ്ധിമുട്ടിക്കും, എനിക്കറിയാം. ഈ പോസ്റ്റ്മോർട്ടം വേണ്ട എന്ന് അദ്ദേഹം പറയുന്നത്, പോസ്റ്റ്മോർട്ടം അദ്ദേഹത്തിന് വളരെ വേദനാജനകമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഹൊറിബിൾ പാസ്റ്റ് അത് ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കലാണ്. ദർ ഈസ് എ ഹൊറിബിൾ പാസ്റ്റ് ആൻഡ് യു ഹാവ് ടു ഓപ്പൺ ദാറ്റ്, യു ഹാവ് ടു അഡ്മിറ്റ് ദാറ്റ് യെസ് വി ഡിഡ് സംതിങ് ഹൊറിബിൾ ടു ദിസ് കൺട്രി. എന്നിട്ടും നിങ്ങൾ പിടിച്ചു നിൽക്കാൻ നോക്കി. ഇന്ദിരാഗാന്ധി ആ തെരഞ്ഞെടുപ്പിൽ ജയിച്ചിരുന്നെങ്കിൽ CPIയുടെ ഗതി വേറൊന്നാകുമായിരുന്നു. അങ്ങനെ വിചാരിച്ചവരുമുണ്ട്. ഇന്ദിരാഗാന്ധി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ ജോർജ് ഫെർണാണ്ടസ് അപ്പോഴും ജയിലിലാണ്. 2 തരം ജയിലുണ്ടായിരുന്നു. 19 മാസത്തെ ജയിൽ, 21 മാസത്തെ ജയിൽ. DIRലുള്ളവർ 19 മാസം കഴിഞ്ഞ് വിടപ്പെട്ടപ്പോൾ മീസ തടവുകാർ 21 മാസം കഴിഞ്ഞാണ് വിടപ്പെട്ടത്. ജോർജ് ഫെർണാണ്ടസ് ജയിലിൽ കിടന്നാണ് തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്നത്. അന്ന് ജോർജ് ഫെർണാണ്ടസിനെ കാണാൻ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ LK അദ്വാനി പോയി. പിന്നീട് LK അദ്വാനി പറഞ്ഞു, ഞാൻ ജയിലിൽ പോയിട്ട് ഫെർണാണ്ടസിനെ കണ്ടിരുന്നു. കാരണം ഫെർണാണ്ടസ് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് പോലും ജയിലിലായിരുന്നു, അദ്ദേഹത്തെ വിട്ടിരുന്നില്ല. ഫെർണാണ്ടസ് പറഞ്ഞു, അദ്വാനി ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ മത്സരിക്കരുത്, കാരണം ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ തോറ്റുപോയി കഴിഞ്ഞാൽ ഇന്ത്യൻ ജനത എമർജൻസിയെ വാലിഡേറ്റ് ചെയ്ത പോലെയാകും, റാറ്റിഫൈ ചെയ്ത പോലെയാകും. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് നമുക്ക് ബഹിഷ്കരിക്കാം, നമുക്ക് വിപ്ലവത്തിൻ്റെ പാതയിലേക്കാണ്. അദ്ദേഹം വലിയ വിപ്ലവകാരിയാണ് ജോർജ് ഫെർണാണ്ടസ്, ഇൻ ദ റിയൽ സെൻസ് വിപ്ലവകാരിയാണ്. അത് മതി എന്ന് പറഞ്ഞു. അദ്വാനി പറഞ്ഞു, ജോർജ് എന്തുകൊണ്ടോ എനിക്കൊരു വിശ്വാസമുണ്ട് ജോർജ്, ഇന്ത്യൻ ജനതയുടെ നന്മയിൽ എനിക്ക് വിശ്വാസമുണ്ട്, അതുകൊണ്ട് നമുക്ക് തെരഞ്ഞെടുപ്പിന് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ജോർജിനെ കൺവിൻസ് ചെയ്യായിരുന്നു. അങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പ് നടന്നത്. ആ തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധി ജയിച്ചിരുന്നെങ്കിൽ ജോർജ് ഈ പറഞ്ഞ കാര്യം തന്നെ നടക്കുമായിരുന്നു. CPI ഒരുപക്ഷെ ഇന്നും കോൺഗ്രസ് കൂടെ നിൽക്കുമായിരുന്നു. ബട്ട് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇന്ദിരാഗാന്ധി സ്ഥാനഭ്രഷ്ടയായി. അപ്പോൾ CPIക്ക് പിന്നെ ഇന്ദിരയെ കൊണ്ട് ആവശ്യമില്ല എന്നവർ തീരുമാനിച്ചു. അതുകൊണ്ട് അവർ മാറി. ഇന്നിപ്പോൾ ആ സാഹചര്യമുണ്ട്. അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ. വാട്ട് എ നോൺസെൻസ്! എന്താണ് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ? പറയൂ, ഏത് നിയമമാണ്? എന്താണ് നിങ്ങളെ ശ്വാസം മുട്ടിക്കുന്നത്? ഇന്ന് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി ഈ രാജ്യം മോദിയുടെ തന്തയുടെ വകയല്ല, ശരിയല്ലേ? ഈ രാജാജി മാത്യൂസിൻ്റെ ആൾക്കാർ, CPMൻ്റെ ആൾക്കാരും എഴുതി വയ്ക്കുന്ന ബാനറല്ലേ? നിങ്ങൾ ഗവർണർക്കെതിരെ എന്തെല്ലാം ബാനർ എഴുതുന്നു? ആരെങ്കിലും നിങ്ങളെ അറസ്റ്റ് ചെയ്യുന്നുണ്ടോ? ഒന്നുമില്ല. മാത്രമല്ല, നിങ്ങൾക്കെതിരെ ആരെങ്കിലും കരിങ്കൊടി കാണിച്ചാൽ ആ പിള്ളേരെ തല്ലിക്കൊല്ലാൻ നിങ്ങളുടെ ആൾക്കാർ തന്നെ മുന്നിട്ടിറങ്ങുന്നു, പോലീസ് ഇറങ്ങുന്നു, ഗൺമാൻ പിന്നാലെ ഇറങ്ങുന്നു.
പോലീസ് തല്ലി അവശനാക്കിയിട്ട് ഗവൺമെന്റ് പിന്നാലെ അടിക്കുന്നു. എന്നിട്ട് CPIക്ക് ഒരു അക്ഷരം മിണ്ടാനില്ല, ഒരക്ഷരം. അത് ജീവൻ രക്ഷാ പ്രവർത്തനമാണ്, മർദ്ദനമല്ല. മണ്ണങ്ങടെ അതാ ഞാൻ പറയുന്നത്. ഇങ്ങനെ തല്ലുമ്പോൾ മിണ്ടാതിരിക്കുന്ന ആൾക്കാർ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയെ പറ്റി പറയുമ്പോൾ സത്യത്തിൽ പറയുന്നവന് നാണമില്ലെങ്കിൽ കേൾക്കുന്ന എനിക്ക് നാണമുണ്ട് സാർ, എനിക്ക് നാണമുണ്ട്. എന്തൊരു കഷ്ടമാണ് നിങ്ങളുടെ അവസ്ഥ. ഇത്രയും വലിയ ഏകാധിപതിയെ നിങ്ങൾ നെഞ്ചേറ്റി നടക്കുക, എന്നിട്ട് മോദി കൊണ്ടുവരാൻ പോകുന്ന എന്തോ സാധനം എന്താണെന്ന് ഇതുവരെ ആർക്കും അറിയില്ല. ഭരണഘടന മാറ്റിമറിച്ചിട്ടുണ്ടല്ലോ. എൻ്റെ അറിവിൽ ഇപ്പോൾ എൻ്റെ കയ്യിൽ ലേറ്റസ്റ്റ് ഇരിക്കുന്ന പുസ്തകം അനുസരിച്ച് 114 തവണയോ മറ്റോ ഭരണഘടന ഭേദഗതി വരുത്തിയിട്ടുണ്ട്. അത് കോൺഗ്രസും വരുത്തിയിട്ടുണ്ട്, എല്ലാവരും വരുത്തിയിട്ടുണ്ട്. ഇതെന്താ ഇത്ര വലിയ കാര്യം? ഭരണഘടന മാറ്റിമറിക്കും. എന്ത് മാറ്റി, എന്ത് മറിച്ചു, എന്ത് സംഭവിച്ചു നിങ്ങൾക്ക്? രാജാജി മാത്യൂസിന് സ്വതന്ത്രമായിട്ട് ഇവിടെ നടന്ന് പ്രസംഗിക്കാനുള്ള അവകാശമില്ലേ? പ്രകടനം നടത്താനുള്ള അവകാശമില്ലേ? ബഹളം വയ്ക്കാനുള്ള അവകാശമില്ലേ? ഒരൊറ്റ ദിവസം ലോക്സഭ നടത്താൻ നിങ്ങൾ സമ്മതിക്കാറുണ്ടോ? എന്നിട്ട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്തോ? ലോക്സഭാ ചട്ടങ്ങളിൽ എല്ലാവരും കൂടെ സമ്മതിച്ചതടക്കം പ്ലക്കാർഡ്, അതിന് വിരുദ്ധമായിട്ട് പ്ലക്കാർഡ് കാണിച്ചപ്പോൾ നിങ്ങളെ പുറത്താക്കി. അതിന് വിരുദ്ധമായിട്ട് ഒരു പരിധിയിലധികം ബഹളം വെച്ചപ്പോൾ നിങ്ങളെ സസ്പെൻഡ് ചെയ്തു. ഇതല്ലാതെ നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്നാണ് പറയുന്നത്? ജനങ്ങൾക്ക് എന്ത് സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്? പിന്നെ നിങ്ങളുടെ കുറേ ആഗ്രഹങ്ങളുണ്ട്, അത് ജനവിരുദ്ധമാണ്, ദേശവിരുദ്ധമാണ്, അത് നടക്കാൻ സാധ്യമല്ല. 370 തിരിച്ചു കൊണ്ടുവരിക പറ്റില്ല സാർ. 370 ഹാസ് ബീൻ റാറ്റിഫൈഡ് ബൈ സുപ്രീം കോർട്ട്. എവറി സ്റ്റെപ്പ് വാസ് ടെസ്റ്റഡ് ബൈ സുപ്രീം കോർട്ട്. ഇല്ലേ? ഇത്രയധികം ബില്ലുകൾ, ഇത്രയധികം ആക്റ്റുകൾ ഒരു സർക്കാരിൻ്റെയും സുപ്രീം കോടതിയിൽ ആരും ചലഞ്ച് ചെയ്തിട്ടില്ല. നിങ്ങൾ ഓരോ സ്റ്റെപ്പും സുപ്രീം കോടതിയിൽ ചലഞ്ച് ചെയ്തു. അന്ന് നിങ്ങൾ ഭരിക്കുന്ന കാലത്ത്, ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് സുപ്രീം കോടതി ജഡ്ജിമാരെ നിയമിക്കുന്നത് കേന്ദ്ര സർക്കാരായിരുന്നു, ഇല്ലേ? നിയമമന്ത്രിയും പ്രധാനമന്ത്രിയും ഒക്കെ കൂടെ നിങ്ങൾ നിയമിക്കുന്ന കോടതികൾ. എന്നിട്ട് പോലും നിങ്ങൾ പലതവണ കോടതിയിൽ തോറ്റു. പക്ഷേ ഇപ്പോൾ നരേന്ദ്രമോദിക്ക് നിയമനത്തിൽ പങ്കൊന്നുമില്ല. വെറുതെ ഫയൽ വെച്ച് താമസിപ്പിക്കാൻ വേണമെങ്കിൽ കുറച്ച്, ഇതിൽ കവിഞ്ഞ് അങ്ങേർക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. ആ അവസ്ഥയിലും അങ്ങേരുടെ ഓരോ ബില്ലും, അങ്ങേര് പിൻവലിച്ച കാർഷിക ബില്ല് വരെ സുപ്രീം കോടതി റാറ്റിഫൈ ചെയ്തു. Now what more you want, sir? Why this vilification against that man merely because you don't like his face? മഹാ കഷ്ടമാണിത്.